ഇനിയൊരു തമാശ നോക്കിക്കോളൂ. നടന്ന ഒരു കഥയാ. റോമൻസ് കലണ്ടർ ഉണ്ടാക്കാൻ തുടങ്ങി. അവർക്ക് കലണ്ടർ ഇല്ലായിരുന്നു ആദ്യം. ഇപ്പോഴും കന്യാകുമാരിയിൽ പോയി കഴിഞ്ഞാൽ, പല ഭാഗത്ത് പോയി കഴിഞ്ഞാൽ സമുദ്രത്തിൽ പാറയിൽ മാർക്ക് വരച്ചു വെച്ചിട്ട്, നോർത്ത് സൗത്ത് വരച്ചിട്ട് ടൈം കണ്ടുപിടിക്കുന്ന ഒരു പഴയ സിസ്റ്റം നമുക്കുണ്ടായിരുന്നു. റോമൻസിന് കലണ്ടർ ഇല്ല. പക്ഷെ ആ കലണ്ടറാണ് ഇന്ന് നമ്മൾ സിൻസിയറായിട്ട് ഫോളോ ചെയ്യുന്നത്, അല്ലേ? തമാശ, ഡിസംബർ 31 രാത്രി 12 മണിക്ക് നമുക്ക് ന്യൂ ഇയർ ഉണ്ടാവുകയാണ്. ഒരു സിമ്പിൾ ചോദ്യം വേദം ചോദിക്കുന്നു. പകലിൽ തുടങ്ങുവോ? ഒരു ദിവസം പകലിൽ സൂര്യോദയത്തിൽ തുടങ്ങുവോ, അല്ല അർദ്ധരാത്രി 12 മണിക്ക് തുടങ്ങുമോ? ഇപ്പം നമ്മൾ ഇംഗ്ലീഷ് കലണ്ടർ അനുസരിച്ച് ക്ലോക്ക് രാത്രി 12:05 ആയാൽ മൺഡേ, ട്യൂസ്ഡേ എന്ന് പറയുന്നു. ഒരു ഡേ, അതായത് ദിനം, അർദ്ധരാത്രിയിൽ തുടങ്ങുമോ സൂര്യോദയത്തിൽ തുടങ്ങുമോ? ഏതാണ് കോമൺ സെൻസ്? വൈദിക കലണ്ടർ അനുസരിച്ച് സൂര്യോദയം തൊട്ടാണ് നമുക്ക് തിങ്കളാഴ്ച, ചൊവ്വാഴ്ച. റോമൻ കലണ്ടർ അനുസരിച്ച് അർദ്ധരാത്രി 12 മണിക്കാണ് തിങ്കളാഴ്ച തുടങ്ങുന്നത്. അപ്പോൾ ആദ്യം റോമൻസിന് കലണ്ടർ ഇല്ല. അവർ ഭാരതത്തിലോട്ട് വന്നിട്ട് കലണ്ടർ പഠിച്ചു. നമ്മുടെ കലണ്ടർ എല്ലാം സൂര്യനെയും ചന്ദ്രനെയും ആസ്പദമാക്കിയുള്ളതാണ്. സൂര്യൻ്റെ ഭ്രമണമനുസരിച്ച് ദിനവും ചന്ദ്രൻ്റെ ഭ്രമണമനുസരിച്ച് മാസവും. ചിലപ്പോൾ ചന്ദ്രൻ 30 ദിവസം, ചിലപ്പോൾ 31 ദിവസം, ചിലപ്പോൾ 28 ദിവസം. ചന്ദ്രന് തോന്നിയ പോലെ ആ സമയം. അപ്പം ഇതവർക്ക് മനസ്സിലായില്ല. അവരതിനെ ന്യൂമറൽ സംഖ്യയിൽ കൺവെർട്ട് ചെയ്തു. 30, 31, 30, 31, 30, 31 അങ്ങനെ കൺവെർട്ട് ചെയ്തു. ആദ്യം 10 മാസം അവരുണ്ടാക്കി കലണ്ടറിൽ. 10ാമത്തെ മാസത്തിൻ്റെ പേര് ഡിസംബർ. ദശം 10 സംസ്കൃതത്തിൽ. ഡിസംബറിൻ്റെ മുമ്പത്തെ മാസം നവംബർ, നവ സംസ്കൃതത്തിൽ 9. അതിന് മുമ്പത്തെ മാസം ഒക്ടോബർ, അഷ്ട, ഒക്ടോപ്പസ്, അഷ്ട സംസ്കൃതത്തിൽ 8. അതിന് മുമ്പത്തെ മാസം സെപ്റ്റംബർ, സപ്ത സംസ്കൃതത്തിൽ 7. നോക്കിക്കോളൂ, ഇത് വെറും സംസ്കൃത വാക്കാണ്. സപ്ത, അഷ്ട, നവ, ദശ. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. പിന്നെ അവർ ഭാരതത്തിൽ വന്ന് നോക്കിയപ്പോൾ നമ്മളെക്കാൾ, കാരണം അവർ ന്യൂമറൽസ് ആയതുകൊണ്ട് നമ്മളെക്കാളും 3 മാസം അവർ മുന്നോട്ട് ഓടിപ്പോയി. ഇപ്പം പെട്ടെന്ന് അവർക്ക് 3 മാസം വെട്ടിക്കുറയ്ക്കണം. കുറയ്ക്കാനായിട്ട് പറഞ്ഞപ്പോൾ പ്രജകൾ സ്വീകരിച്ചില്ല. ഇപ്പം ഞാൻ വന്ന് പറയാ, സുഹൃത്തുക്കളെ, ഇന്ന് ചൊവ്വാഴ്ചയല്ല, ഇന്ന് വ്യാഴാഴ്ചയാണെന്ന് പറഞ്ഞ് ആരെങ്കിലും സമ്മതിക്കൂ? എല്ലാവരും ചിരിച്ചു. ഉടനെ ജൂലിയസ് സീസർ പറഞ്ഞു, ആരെല്ലാം ഇത് ഏപ്രിൽ എന്ന് വിചാരിക്കുന്നു മണ്ടന്മാർ, അവർ പ്രത്യേക നികുതി കൊടുക്കണം, ഏപ്രിൽ ഫൂൾ എന്ന് പറഞ്ഞ് 3 മാസം പുറകോട്ട് വെട്ടി. ജൂലിയസ് സീസറുടെ പേരിൽ ഒരു മാസം ജൂലൈ, അദ്ദേഹത്തിൻ്റെ പുത്രനായ ഓഗസ്റ്റസ് സീസറുടെ പേരിൽ ഒരു മാസം ഓഗസ്റ്റ്. ഇങ്ങനെ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു കലണ്ടറാണ് റോമൻ കലണ്ടർ. പക്ഷെ ഇന്ന് വളരെ ആത്മാർത്ഥമായി നമ്മൾ ആ കലണ്ടറിനെ ആചരിക്കാറുണ്ട്, റൈറ്റ്? പക്ഷെ അതിനകത്ത് ഒരുപാട് തെറ്റുകളുണ്ട്. ഇതൊക്കെ ഞാൻ പറയാൻ കാരണം, നമ്മുടെ സംസ്കാരം ഫുൾ പ്രൂഫ്, ഫോൾട്ട്ലെസ്, അതിനകത്ത് കുറ്റം കണ്ടുപിടിക്കാനേ പറ്റില്ല. കാരണം ഋഷികൾ അത്രമാത്രം വിശകലനം ചെയ്ത് റിസർച്ച് നടത്തി തെളിയിക്കപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ സംസ്കാരവും സമ്പ്രദായവും.